CPM-ന്റെ ഉരുക്കുകോട്ട എന്ന് പറയപ്പെടുന്ന പയ്യന്നൂരിൽ ഇപ്പോൾ നടക്കുന്ന കാര്യങ്ങൾ CPM-നെ പൂർണ്ണമായും ദുർബലപ്പെടുത്തുന്നതാണെന്നാണ് നമുക്കറിയാൻ കഴിയുന്നത്. അതായത് കള്ളന്മാരെയും കൊള്ളക്കാരെയും മോഷ്ടാക്കളെയും ചേർത്ത് പിടിക്കുന്ന CPM ഇപ്പോൾ സത്യസന്ധമായ അഭിപ്രായം തുറന്നു പറഞ്ഞവരെ പാർട്ടിയിൽ നിന്നും പുറത്താക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ പോവുകയാണ്. പയ്യന്നൂർ MLA TI മധുസൂദനനെതിരെ കഴിഞ്ഞ ദിവസം കുഞ്ഞികൃഷ്ണൻ പറഞ്ഞ ചില പ്രസ്താവനകൾ, അദ്ദേഹം ഫണ്ട് തട്ടിപ്പുമായി ബന്ധപ്പെട്ട് ഈ പറയുന്നത് പോലെ ഒരു ബി ജെ പിക്കാരുടെ ഒരു ആക്രമണത്താൽ മരണപ്പെട്ടുപോയ രക്തസാക്ഷിയുടെ കുടുംബത്തിന് ലഭിച്ച ഫണ്ട് തട്ടി എന്നുള്ളൊരു ഗുരുതരമായ ആരോപണം ഉന്നയിച്ചതിന് പിന്നാലെ അദ്ദേഹത്തെ പാർട്ടിയിൽ നിന്നും പുറത്താക്കിയിരിക്കുകയാണ്. ഇത് യഥാർത്ഥത്തിൽ CPM-ന്റെ ഒരു ഇരട്ടത്താപ്പ് അല്ലെങ്കിൽ അന്യായത്തിനു കൂടെ മാത്രം നിൽക്കും എന്നുള്ളൊരു നീക്കമാണ് കാണുന്നത്. ഇപ്പോൾ നോക്കൂ, ഇതില് ഇരട്ടത്താപ്പ് ഇല്ല എന്നല്ലേ നമുക്ക് മനസ്സിലാക്കേണ്ടത്. കാരണം എന്തൊരു വിഷയം ഉണ്ടായിക്കോട്ടെ, അതൊരു ലൈംഗിക ആരോപണമായിക്കോട്ടെ, ഒരു പീഡനമായിക്കോട്ടെ, ശബരിമല സ്വർണ്ണക്കൊള്ള ആയിക്കോട്ടെ, ഒരു ഫണ്ട് തട്ടിപ്പായിക്കോട്ടെ, എന്ത് വിഷയമുണ്ടായാലും സ്വന്തം ആൾക്കാരെ, സ്വന്തം ഇഷ്ടപ്പെട്ട സ്വജനപക്ഷപാതം എന്ന് പറയുന്ന പോലെ ഇവരെ ചേർത്ത് പിടിക്കുക, എന്നിട്ട് ഇത് വെറും ആരോപണങ്ങൾ മാത്രമാണെന്ന് പറയുക, ആരോപണം ഉന്നയിക്കുന്നവരെ പുറത്താക്കുക, അവർക്ക് ചാപ്പ കുത്തുക. ആരോപണം ഉന്നയിക്കുന്നത് CPM-നകത്ത് നിന്നുള്ള നേതാവ്. അപ്പൊ അതിന്റെ ഒരു ഗ്രേഡിയന്റ് നോക്കി, ഇതിൽ ആരാണ് തലമൂത്ത ആള് എന്ന് നോക്കിയിട്ട് മറ്റേ ആളെ തട്ടിക്കളയുന്ന പരിപാടിയാണ് ഇത്രയും നാള് CPM ചെയ്തു വരുന്നത്. അത് നമ്മൾ മുൻപോട്ട് ഏത് സംഭവം എടുത്ത് നോക്കിയാലും നമുക്ക് ഇത് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇപ്പോൾ ഈ കേസിലാണെങ്കിൽ ആ വ്യക്തി കൃത്യമായിട്ടുള്ള ആരോപണമാണ് ഉന്നയിക്കുന്നത്. ഇന്ന ഫണ്ട് തട്ടിപ്പ് ഇന്ന വ്യക്തി ഉന്നയിച്ചു, ഒരു വേഗമായിട്ടുള്ളൊരു പരാതിയോ അല്ലെങ്കിൽ വേഗമായിട്ടുള്ള ഒരു ആരോപണമോ അല്ല അദ്ദേഹം മുന്നോട്ട് വയ്ക്കുന്നത്. ഇന്ന സംഭവങ്ങൾ നടന്നു. അദ്ദേഹം പറയുന്ന ഒരു കാര്യമുണ്ട്, എന്റെ പാർട്ടി നശിക്കണമെന്നോ എന്റെ പാർട്ടി തോൽക്കണമെന്നോ പിന്നോട്ട് പോകണമെന്നോ എനിക്ക് ഒരാഗ്രഹവുമില്ല. ഞാൻ ആഗ്രഹിക്കുന്നത് തിരുത്തപ്പെടണമെന്ന് മാത്രമാണ്. ഇപ്പോൾ CPM-ന്റെ ഏറ്റവും വലിയ വിഷയം എന്ന് പറയുന്നത് ഈ സംസാര സ്വാതന്ത്ര്യമില്ല. എന്റെ അഭിപ്രായം എനിക്ക് പറയാൻ, എനിക്കൊരാൾക്കെതിരെയുള്ള വിയോജിപ്പ് രേഖപ്പെടുത്താനുള്ള സ്വാതന്ത്ര്യമില്ല. അത് എല്ലാ കാലത്തും LDF-ൽ നിന്ന് വിട്ടുപോയ നേതാക്കളടക്കം തുറന്ന് സംബന്ധിച്ചിട്ടുള്ള കാര്യമാണ്. ഞങ്ങൾക്ക് പറയാൻ സ്വാതന്ത്ര്യം ഇച്ചിരി കുറവാണ്, കോൺഗ്രസിൽ ഇച്ചിരി സ്വാതന്ത്ര്യം കിട്ടുന്നുണ്ട്, അതാണ് എല്ലാവരും പറയുന്ന ഒരു കാര്യം. അതുപോലെ തന്നെ ഇപ്പൊ ഈ കുഞ്ഞികൃഷ്ണൻ ഒരു ആരോപണം ഉന്നയിക്കുന്നു. അത് കോൺഗ്രസിലായിരുന്നെങ്കിൽ കറക്റ്റ് ആയിട്ട് ഒരു അന്വേഷണം നടക്കുകയോ അല്ലെങ്കിൽ എന്തുകൊണ്ട് ഇത് ചെയ്തു എന്നുള്ളൊരു ചോദ്യം 10 പേര് ചോദിക്കുകയോ ചെയ്തേനെ. പക്ഷേ ഈ സാഹചര്യത്തിൽ എടുത്ത് നോക്കുകയാണെങ്കിൽ CPM-നുള്ള അത്രയൊരു ചോദ്യം വരുന്നില്ല. അതെ, തീർച്ചയായിട്ടും നേരിട്ടൊരു നടപടിയിലേക്ക് നിങ്ങൾ എന്തുകൊണ്ട് പുറത്തുപോയി പറഞ്ഞു, പാർട്ടിക്കുള്ളിൽ പറയേണ്ട കാര്യം നിങ്ങൾ എന്തിനു പുറത്തുപോയി പറഞ്ഞു എന്നാണ് ചോദിക്കുന്നത്. ഹർഷയ്ക്ക് തോന്നുന്നുണ്ടോ? അതെ, ഹർഷയ്ക്ക് തോന്നുന്നുണ്ടോ ഒരാള് പാർട്ടിക്കുള്ളിൽ പറയാതെ നേരിട്ട് പോയി? നമുക്ക് ഓഫീസിൽ ഒരു പ്രശ്നം ഉണ്ടാകുന്നു, നമ്മൾ നമ്മുടെ ചീഫ് എഡിറ്ററിനോട് പറയാതെ നേരെ പുറത്തു പോയി വിളിച്ചു പറയുക ചെയ്യില്ല, സ്വാഭാവികമായിട്ടും അത് ചെയ്യില്ല. പക്ഷേ ഇവിടെ കോൺഗ്രസ് പാർട്ടി ആണെങ്കിൽ ചിലപ്പോൾ കുറച്ചുകൂടി അത് വിശ്വസനീയമായിരുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. CPM-ലേക്ക് വരുമ്പോൾ ഒരിക്കലും അങ്ങനെ സാധ്യതയില്ല. പ്രത്യേകിച്ചും ഈ പറയുന്ന വ്യക്തി കൃത്യമായി പറഞ്ഞു കഴിഞ്ഞു, പാർട്ടിയിൽ നിന്നും പുറത്തു പോകാനോ പിണങ്ങി പോകാനോ മാറി നിൽക്കാനോ അല്ലെങ്കിൽ പാർട്ടിക്കെതിരെ മറ്റു പാർട്ടികളിൽ പോയി ചേക്കേറാനോ ഒന്നും ഞാൻ തയ്യാറല്ല. തിരുത്തപ്പെടണം, അദ്ദേഹം ആവശ്യപ്പെടുന്നത് അത് മാത്രമാണ്. പക്ഷെ പാർട്ടി തയ്യാറാകാത്തതും അതിനുവേണ്ടി മാത്രമാണ് എന്നുള്ളതാണ്. അദ്ദേഹത്തെ പുറത്താക്കിയതിനു ശേഷം അദ്ദേഹം പറയുന്ന കാര്യം അതാണ്, പാർട്ടി ഇപ്പോഴും തോൽക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നില്ല. CPM-ന് ശരിക്കും പാർട്ടിയെ ഇഷ്ടപ്പെടുന്ന ഒരുപാട് മനുഷ്യരുണ്ട്. അവരുടെ മുതൽക്കൂട്ടും അവരേറ്റവും ചൂഷണം ചെയ്യുന്നതും ഇവരെ തന്നെയാണെന്ന് ഞാൻ പറയും. കാരണം അവരുടെ ആ ഒരു പാർട്ടിയോടുള്ള വിധേയത്വം, പാർട്ടിയോടുള്ള സ്നേഹം, ഇതിനെല്ലാം ചൂഷണം ചെയ്ത് ഈ പിഴിഞ്ഞെടുക്കാൻ പറ്റുന്നതിന്റെ മാക്സിമം പിഴിഞ്ഞെടുത്ത് പുറത്തേക്ക് കളയുന്നതാണ് നമ്മൾ എല്ലാ കാലത്തും കണ്ടിട്ടുള്ളത്. അത് തന്നെയാണ് ഇവിടെ നടക്കുന്നത്. കുഞ്ഞികൃഷ്ണന് പറയാനുള്ള കാര്യങ്ങൾ കേട്ട് ഇതിൽ എന്തെങ്കിലും ക്രമക്കേടുണ്ടെങ്കിൽ അത് കണ്ടെത്തി നടപടി എടുക്കേണ്ടിയിരുന്നത് ആരോപണ വിധേയനെതിരെയല്ലേ. പക്ഷെ ആരോപണ വിധേയർക്കെതിരെ നടപടി എടുക്കുന്ന ഒരു സമ്പ്രദായം CPM-ൽ ഇല്ലാത്തത് കൊണ്ട് ഇപ്പോഴില്ല കാര്യമില്ല. അതെ, നേരത്തെ ഉള്ളതല്ല, ഇപ്പോൾ അങ്ങനെ ഒരു ശീലമില്ല. പ്രതികളെ മാത്രം ചേർത്ത് പിടിക്കുന്ന, അതായത് CPM-ന് നേട്ടം കിട്ടുന്നത് എന്തോ അതിപ്പോൾ പണം ഏത് രീതിയിലായാലും, അതായത് ലക്ഷ്യം എന്തായിക്കോട്ടെ, അതിന് മാർഗം എന്തായിക്കോട്ടെ, ലക്ഷ്യം ഒന്ന് തന്നെ എന്ന് പറയുന്നത് പോലെ പണമാണ് അല്ലെങ്കിൽ നേട്ടം മാത്രമാണ് ലക്ഷ്യമെന്ന് കരുതിക്കൊണ്ടു പോകുന്ന നേതൃത്വമാണ് ഇപ്പോൾ CPM-ൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഒരുപാട് CPM-ലെ നല്ല നേതാക്കൾ, ഇതുകൊണ്ട് തന്നെയാണ് പ്രതിപക്ഷ നേതാവ് പറഞ്ഞത്, നല്ല CPM നേതാക്കളെ കണ്ടാൽ നിങ്ങൾ ഒന്നിച്ചിരിക്കണം, കാരണം അവർ പോലും ഇപ്പോൾ നമുക്ക് വേണ്ടി വോട്ട് കുത്തി കാണും എന്നുള്ളത്. അതിന്റെ കൃത്യമായ യാഥാർത്ഥ്യമാണ് ഇവിടെ കുഞ്ഞികൃഷ്ണന്റെ കാര്യത്തിൽ സംഭവിച്ചിരിക്കുന്നത് എന്നുള്ളതാണ്. ഇവിടെ ഇപ്പോൾ കുഞ്ഞികൃഷ്ണനെ പാർട്ടിയിൽ നിന്നും മാറ്റി നിർത്തി എന്നുള്ള വാർത്തകളാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. അദ്ദേഹത്തെ പാർട്ടിയിൽ നിന്ന് മാറ്റി നിർത്തി എന്ന് പറയുമ്പോൾ വീണ്ടും പാർട്ടി ദുർബലമായിക്കൊണ്ടിരിക്കുകയാണ്. ഒരുപക്ഷെ UDF, ഇദ്ദേഹം കൃത്യമായി പറയുന്നുണ്ട്, മധുസൂദനനെ മത്സരിപ്പിക്കുകയാണെങ്കിൽ തീർച്ചയായും അദ്ദേഹം അതിന് എതിർപക്ഷത്തിൽ നിന്ന് വിമതനായി മത്സരിക്കുമെന്ന്, മറ്റൊരു പാർട്ടിയിലും ചേക്കേറുമെന്നല്ല, പക്ഷെ വിമതനായി മത്സരിക്കും. അങ്ങനെ അദ്ദേഹം വിമതനായി മത്സരിച്ചാൽ UDF-ഓ അല്ലെങ്കിൽ BJP-യോ ഇദ്ദേഹത്തെ സപ്പോർട്ട് ചെയ്യാൻ അല്ലെങ്കിൽ ഇദ്ദേഹത്തിന്റെ പ്രചാരണ വേളയിലോ അല്ലാതെയോ ഇതിനെ അനുകൂലിച്ചുകൊണ്ട് മുന്നോട്ട് വരികയാണെങ്കിൽ തീർച്ചയായും ഈ പറയുന്ന ഞാൻ തുടക്കത്തിൽ സൂചിപ്പിച്ച ഉരുക്കുകോട്ട ഉരുകി തുടങ്ങി അല്ലെങ്കിൽ പൊട്ടിപ്പോയി എന്ന് പറയുന്ന ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ. ഇപ്പോൾ പയ്യന്നൂര് നമ്മൾ ഇതിനു മുൻപും പല സംഭവങ്ങൾ നമ്മൾ എടുത്തു നോക്കിയിട്ടുണ്ട്. കണ്ണൂര്, പയ്യന്നൂര് മേഖലകളിലൊക്കെ ഇത്
ഇതുപോലുള്ള ചെറിയ ചെറിയ സംഭവങ്ങൾ ഉണ്ടാകാറുണ്ട്. ഒന്നുകിൽ ഇത് പുറത്തു വരില്ല, അല്ലെങ്കിൽ ഈ പുറത്ത് പറയുന്ന ആൾക്കാരെ ഒറ്റപ്പെടുത്തുന്ന ഒരു തരത്തിലേക്ക് പോകും. അവിടെയൊക്കെ ഏറെക്കുറെ പാർട്ടി ഗ്രാമങ്ങളാണ്. 90% CPM അനുഭാവിത്വമുള്ള വീടുകൾ, അതുപോലെ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥികളെ പോലും നിർത്താൻ കഴിയാത്ത വീടുകൾ ഉണ്ടായിരുന്ന ഒരു കാലമുണ്ട്. അതുപോലുള്ള സ്ഥലങ്ങളിലൊക്കെ പാർട്ടിക്കെതിരെ സംസാരിക്കുന്ന ഒരു കുടുംബത്തിന്റെ ഭാവി എന്തായിരിക്കും, അവരുടെ ഫ്യൂച്ചറിലെ സാഹചര്യം എന്തായിരിക്കും, അവർക്ക് സമാധാനമായി കിടന്നുറങ്ങാനോ അല്ലെങ്കിൽ സമാധാനമായി ഒരു ജോലി ചെയ്യാനോ ആൾക്കാരുമായി ഇടപഴകാനോ പോലും കഴിയാത്തൊരു സാഹചര്യമാണ്. അപ്പോൾ ഇത് തന്നെയാണ് പയ്യന്നൂരിൽ ഇനി സംഭവിക്കാൻ പോകുന്നത്. ഈ കുഞ്ഞികൃഷ്ണന്റെ ഭാവിയും ഇത് തന്നെയാണ്. ഈ ഭയപ്പെടുത്തലുണ്ടല്ലോ, എല്ലാ ഈ ആരോപണം ഉന്നയിക്കുന്ന ആൾക്കാരെ ഭയപ്പെടുത്തി കൂടെ നിർത്തുന്ന ഒരു പ്രക്രിയ ഇപ്പോൾ അവിടെ നടക്കുന്നുണ്ട്. ഇപ്പോൾ ശബരിമല സ്വർണ്ണക്കൊള്ളയിലാണെങ്കിൽ പോലും നമ്മൾ കണ്ടു കഴിഞ്ഞു. നമ്മൾ തദ്ദേശ തെരഞ്ഞെടുപ്പ് മുതൽ നമ്മൾ ചോദിക്കുന്ന ഒരു കാര്യമുണ്ട്, പേരിനെങ്കിലും പത്മകുമാറിനെതിരെ ഒരു നടപടി എടുത്തിരുന്നെങ്കിൽ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഇത്ര വലിയൊരു തിരിച്ചടി നേരിടേണ്ടി വരില്ലായിരുന്നു. പക്ഷെ അത് ചെയ്യില്ല. അത് എന്തുകൊണ്ടെന്നുള്ള ചോദ്യമാണ് ബാക്കി നിൽക്കുന്നത്. അപ്പോൾ നമ്മളെല്ലാം പറയുന്ന ഒരു കൺക്ലൂഷനാണ്, അതിനുള്ള ഒരു കാരണം എന്ന് പറയുന്നത് ചിലപ്പോൾ അതിലും ഉന്നതരായ നേതാക്കൾക്കെതിരെയുള്ള പല രഹസ്യങ്ങളും ഇവർക്കറിയാമായിരിക്കാം. അത് തന്നെയായിരിക്കും ഇതിലും ഉണ്ടാവുക. പയ്യന്നൂരിൽ കുഞ്ഞികൃഷ്ണൻ ആരോപണം ഉന്നയിച്ച മധുസൂദനൻ എന്ന വ്യക്തിക്ക് പലതും അറിയായിരിക്കാം. പല CPM നേതാക്കളെ താഴെയിറക്കാനുള്ള ഒളിയമ്പുകൾ അദ്ദേഹത്തിന്റെ കയ്യിൽ ഉണ്ടായിരിക്കാം. ഇതൊക്കെയാണ് നമുക്ക് കൺക്ലൂഡ് ചെയ്യാൻ സാധിക്കുന്നത്. അതല്ലെങ്കിൽ ഒരു തുറന്ന അന്വേഷണത്തിന് പ്രഖ്യാപിക്കാതെ കുഞ്ഞികൃഷ്ണനെതിരെ നടപടിയെടുക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് CPM പോകേണ്ട കാര്യമില്ലല്ലോ. തീർച്ചയായിട്ടും ഇപ്പോൾ ഓരോ ദിവസം കഴിയും തോറും, തെരഞ്ഞെടുപ്പിനോട് ഓരോ ദിവസം അടുക്കും തോറും CPM-ന് കൂടുതൽ പ്രതിസന്ധികളാണ് വന്നുകൊണ്ടിരിക്കുന്നത്. അതും CPM-ൽ നിന്ന് തന്നെ ഇത്തരത്തിൽ കൃത്യമായി ഒരുപക്ഷെ CPM-നുള്ളിൽ നിന്ന് വരുന്ന പിണക്കങ്ങൾ CPM-നകത്ത് തന്നെ തീർക്കാൻ സാധിക്കുമായിരുന്നുവെങ്കിൽ ഇത്രയും വലിയ പ്രതിസന്ധിയിലേക്ക് CPM എത്തില്ലായിരുന്നു എന്നുള്ളതാണ്. ഈ പറയുന്ന കുഞ്ഞികൃഷ്ണൻ പറയുന്നുണ്ട്, കൃത്യമായി പാർട്ടിയിലെ പല നേതൃത്വത്തെയും പല വ്യക്തികളെയും പല നേതാക്കന്മാരെയും ഇതൊക്കെ അറിയിച്ചിരുന്നു. പക്ഷേ അന്നൊക്കെ തന്നെയും തന്നെ ഭീഷണിപ്പെടുത്തി തന്നെ കണ്ണടച്ച് കാണിക്കുമെന്ന് പറയുന്ന ഒരു നിലയിലേക്ക് കാര്യങ്ങൾ പോയിരുന്നു. മധുസൂദനൻ ചെയ്യുന്നതിനെല്ലാം തന്നെയും കണ്ണടച്ചുകൊണ്ട് പ്രത്യേകിച്ച് ഒരു പ്രതികരണങ്ങളൊന്നുമില്ലാതെ തന്നെ എല്ലാത്തിനും സമ്മതം മൂളിക്കൊടുക്കുന്ന ഒരു നിലയിലേക്ക് പാർട്ടി മാറിയിരുന്നു എന്നുള്ളതാണ്. നേരായ വഴിയിലൂടെ അല്ലാതെ സഞ്ചരിക്കുന്ന എല്ലാവർക്കും പാർട്ടി സംരക്ഷണം ഒരുക്കി കൊടുക്കും എന്നുള്ളതാണ് ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ശബരിമല സ്വർണ്ണക്കൊള്ളയിലൂടെ കൃത്യമായി പൊതുജനങ്ങൾക്ക് മനസ്സിലായതും അത് തന്നെയാണ്. ഇത്രയും നാൾ ഇങ്ങനെ ഒരു ആരോപണം ഉണ്ടായിരുന്നപ്പോൾ പോലും അതിനെ അംഗീകരിക്കുന്ന നിലയിൽ ജനങ്ങൾ അത്രത്തോളം മാറിയിട്ടില്ലായിരുന്നു. പക്ഷേ ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ ഈ പറയുന്ന പ്രതികളെ നേരത്തെ മേഘ പറഞ്ഞതുപോലെ പാർട്ടിക്കുള്ളിൽ നിർത്തുന്നിടത്തോളം കാലം CPM-നോടുള്ള വിശ്വാസം നഷ്ടപ്പെട്ടു തുടങ്ങി ജനങ്ങൾക്ക്. ജനങ്ങൾക്ക് വേണ്ടിയുള്ള ഒരു പാർട്ടി എന്ന് പറയുന്നിടത്തു നിന്നും പ്രതികൾക്കും തെറ്റുകാർക്കും കൊള്ളക്കാർക്കും കള്ളന്മാർക്കും വേണ്ടി മാത്രമുള്ള ഒരു പാർട്ടിയായി CPM മാറുമ്പോൾ ജനങ്ങൾ മടുത്തു തുടങ്ങി എന്നുള്ളതാണ്. ഇപ്പോൾ മുന്നോട്ട് കൊണ്ടുപോകാൻ താല്പര്യമില്ല, അല്ലെങ്കിൽ ഒരു മാറ്റം വേണമെന്ന് അവർ ആഗ്രഹിക്കുന്നത് തെറ്റു പറയാൻ സാധിക്കില്ല. പക്ഷെ എപ്പോഴും ഈ സെലക്റ്റീവ് നിലപാടുകൾ സ്വീകരിക്കുന്നുമുണ്ട്. ഒന്ന് ആലോചിച്ച് നോക്കണം. ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടം വിഷയത്തിൽ ലവ് യു ടു മൂൺ ആൻഡ് ബാക്ക് കപ്പ് പിടിച്ചിരിക്കുന്ന മുഖ്യമന്ത്രി പിണറായി വിജയനെ നമ്മൾ കണ്ടു. അത് PR വർക്കാണെന്ന് നമുക്കറിയാം. പക്ഷേ സെലക്റ്റീവ് ആയിട്ടുള്ള നിലപാടുകളുണ്ടല്ലോ. ചിലരുടെ കാര്യത്തിൽ മാത്രം ഇരയ്ക്കൊപ്പം നിൽക്കുകയും ചിലരുടെ കാര്യത്തിൽ മൗനം അവലംബിക്കുകയും ചിലരുടെ കാര്യത്തിലാണെങ്കിൽ ഈ അവനൊപ്പം നിൽക്കുകയും ചെയ്യുന്ന ഒരു രീതിയിലേക്ക് കാര്യങ്ങൾ പോകുന്നുണ്ട്. തീർച്ചയായും